മാത്രം നെഗറ്റീവ് വരാനുള്ള സാധനം എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടോ? ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരുപാട് പെൺപിള്ളേർ എന്തോരം എക്സ്പോസ് ചെയ്തിട്ട് ചെയ്യുന്നത്, ഭയങ്കര ക്രോപ്പ് ടോപ്പും അല്ലെ, എത്രയോ എക്സ്പോസ് ചെയ്തിട്ട് അതിന്റെയൊക്കെ പകുതി പോലും നമ്മുടെ പ്രൊഫൈലില്ല. ഓരോ കമന്റും ചേച്ചി അരഞ്ഞാണത്തിന്റെ വീഡിയോ ഇടോ, ഇതൊക്കെ അമ്മ ഇങ്ങനെ ഇരുന്ന് വായിക്കുക, ഓരോ കമന്റ്സ് അമ്മ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. റീൽസ് വീഡിയോസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. സിനിമകളിൽ നിന്ന് ഓഫർ വരാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? വെറുതെ ഇരുന്നതിന് ഓഫർ വരില്ല. ഞാൻ ഈ പറഞ്ഞ ഒന്നിനും തയ്യാറാവാത്ത ആളാണ്. എല്ലാ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ റോളൊക്കെ പറഞ്ഞിട്ട് അവസാനത്തെ അവരുടെ ചോദ്യം ഇതാണ്, അഡ്ജസ്റ്റ്മെന്റിന് റെഡി ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറെ കോൾസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ബാൻ ചെയ്ത് എന്തോ ചെയ്യും? പണിക്കിറങ്ങും. ശരിയാ. അല്ല ഇപ്പൊ അയ്യോ ഈ പണിക്കിറങ്ങുന്ന പറയുമ്പോ പറയും ഒരു വേറെ വളച്ചൊടിക്കും. ഏകദേശം എത്ര ഉണ്ടാവും വരുമാനം? 1 ലക്ഷം, 5 ലക്ഷം? നമ്മള് സാലറി പുറത്ത് പറയാൻ പാടില്ല അതല്ലേ? അല്ലല്ലോ, ഇതിന്റെ ഇടയിൽ കുഴപ്പമില്ല, ജീവിച്ചു പോകുന്നു, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോകുന്നു. തട്ടിമുട്ടിയോ? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. അപ്പൊ നിലവിൽ ഇപ്പം ഈ ടിക്ടോക്കിലാണ് അപ്പൊ ലൈവ് ചെയ്യുന്നത്. കാരണം ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മൾ ടിക്ടോക്ക് ഇവിടെ ബാൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈവ് സ്ട്രീമിങ്ങിലൊക്കെ ഒത്തിരി പേരും കൊണ്ട് നിറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ദുബായ് പ്രവാസികൾ മാത്രം പിടിച്ചിരിക്കുന്ന GCC-ലുള്ളവര്. ഓക്കെ, പക്ഷേ ഇവിടെ ബാൻ ആയതുകൊണ്ട് ആ ഒരു വേൾഡ് എന്താണ്, അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ഇവിടെ നമ്മൾ അറിയുന്നത് എന്താണ്, ചെറിയ ചെറിയ റീൽസ് അല്ലെങ്കിൽ ദുബായിലുള്ള ആരെങ്കിലും നിങ്ങളെയൊക്കെ ട്രോൾ ചെയ്യുന്ന വീഡിയോസ്, ഒരു 30 സെക്കൻഡ് റീൽസ്. അല്ല, ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസ് കണ്ടിട്ട് എന്താ തോന്നാറ്? മസ്താനിക്ക് എന്താ തോന്നാറ്? എന്റെ വീഡിയോസ് മനസ്സിലാവുന്നില്ലേ? ഇതിന് മാത്രം നെഗറ്റീവ് വരാനുള്ള സാധനം എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടോ? അല്ല, നിങ്ങളൊന്ന് ഗെയിം, അതാ ഞാൻ ചോദിക്കുന്നത്, എന്താ ഗെയിം കളിക്കുകയാണോ? അല്ല, ഗെയിമിന്റെ അല്ല ഞാൻ ചോദിച്ചാൽ, നെഗറ്റീവ് വരാനുള്ള വീഡിയോസ് എന്റെ പ്രൊഫൈൽ കാണുന്നില്ലേ? ഇല്ല, അതാ ഞാൻ ചോദിക്കാൻ. ഇത്രയും തെറികൾ കേൾക്കണ്ട അല്ലെങ്കിൽ ഇത്രയും വൃത്തിയുടെ കേൾക്കേണ്ട എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഇറക്കാറുണ്ടോ? എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ഓവറായിട്ട് എക്സ്പോസിങ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഞാൻ ഇതേ വീഡിയോസ് ആണ് അവിടെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ട്രോളന്മാരുണ്ട് അവിടെ. ട്രോളന്മാരൊന്നും അവരെ വിളിക്കാൻ പറ്റില്ല, അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും വിളിക്കണം. കാരണം ഈ ഞങ്ങളുടെ കുറച്ച് പേര് ഗ്യാങ്ങിന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്കെതിരെ മാത്രം വീഡിയോസ് എടുക്കുക. ഞാൻ പറയില്ലേ, ഇപ്പൊ വയനാട് ചെയ്തതൊക്കെ ഇതിന് മാത്രം പറയാനൊന്നും ഇല്ല. അത് ശരിക്കും ഒരു മനുഷ്യൻ ചിന്തിക്കും. പക്ഷെ അതൊക്കെ വേറെ രീതിയിൽ പറഞ്ഞ് അപ്പൊ എന്ത് വീഡിയോ ചെയ്താലും അതിനെ നെഗറ്റീവായിട്ട് കാണുന്ന കുറെ ആൾക്കാർ. അപ്പോൾ എനിക്ക് ടിക്ടോക്കിലാണ് കുറെ കൂടെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത്. എനിക്കൊന്നും ഇൻസ്റ്റയിൽ എന്റെ വീഡിയോ ഒക്കെ ടാർഗറ്റ് ചെയ്ത് കുറെ ആൾക്കാർ നിൽക്കുന്നൊന്നുമില്ലല്ലോ ട്രോളാനായിട്ട്. ഞാൻ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരുപാട് പെൺപിള്ളേർ എന്തോരം എക്സ്പോസ് ചെയ്തിട്ട് ചെയ്യുന്നത്, ഭയങ്കര ക്രോപ്പ് ടോപ്പും അല്ലെ, എത്രയോ എക്സ്പോസ് ചെയ്തിട്ട് അതിന്റെയൊക്കെ പകുതി പോലും നമ്മുടെ പ്രൊഫൈലില്ല. എന്നിട്ട് ഇങ്ങനെ ട്രോളുന്ന എന്താന്ന് എനിക്ക് അറിയില്ല. ശരിക്കും അപ്പം എന്താ ലൈവ് സ്ട്രീമിംഗ്, അതിലെന്താ ശരിക്കും നിങ്ങൾ ഗെയിം കളിക്കുവാണോ? അത് ഇപ്പൊ ടിക്ടോക്കിലെ ലൈവ്, അതല്ലാതെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ സ്ട്രീംഗർ എന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ടാങ്കോ പോലത്തെ, ടാങ്കോ, സ്ട്രീംഗർ, ജാങ്കോ, അങ്ങനെ കുറെ ആപ്പുകളുണ്ട്. അതിലൊക്കെ ഈ ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നുണ്ട്, ഗെയിമുകൾ നടക്കുന്നുണ്ട്. ഇതേ സെയിം സംഭവം തന്നെയാണ് ടിക്ടോക്കിലുള്ളത്. കാരണം പണ്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ റീല് മാത്രം ചെയ്തിട്ട്. അല്ല, ഞാൻ ടിക്ടോക്കിൽ ഗെയിമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സ്ട്രീംഗർ എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മുടെ ഇവിടുത്തെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് പരിചയപ്പെടുത്തി എന്നെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട്, നമ്മുടെ നാട്ടിലുള്ള, അപ്പോൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ അതിലുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ടിക്ടോക്കിൽ ലൈവ് തുടങ്ങിയത്. ഓക്കെ, ഇപ്പൊ ശ്രുതി തമ്പിക്ക് അപ്പൊ ടിക്ടോക്കിൽ നിന്ന് ലക്ഷങ്ങളാണ് വരുമാനം എന്നാണോ? ലക്ഷങ്ങളില്ല, കുഴപ്പമില്ല, ആണോ? നല്ലപോലെ പോകുന്നു. അപ്പൊ ഈ ബാക്കിയുള്ള എല്ലാ കംപ്ലീറ്റ് ഫിനാൻസും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്? എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമാനമുണ്ട്, ഫേസ്ബുക്കിൽ നിന്ന് ഇൻകം വരുന്നുണ്ട്, പിന്നെ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കാണ്, ആക്റ്റീവ് അല്ല. പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്ലസ് ടിക്ടോക്ക് ഉണ്ട്. അല്ലാതെ ടിക്ടോക്ക് മാത്രം എന്നല്ല, ടിക്ടോക്ക് ഒരു മെയിൻ പ്രധാന ഘടകമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ബാൻ ചെയ്ത് എന്തോ ചെയ്യും? പണിക്കിറങ്ങും. ശരിയാ. അല്ല ഇപ്പൊ ഈ പണിക്കിറങ്ങുന്ന പറയുമ്പോ പറയും ഒരു വേറെ വളച്ചൊടിക്കും. അതായത് സത്യമായിട്ടും പേടിയാ സംസാരിക്കാൻ. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ടിക്ടോക്കും എല്ലാം ഒരുമിച്ച് നിൽക്കില്ലല്ലോ, പകരം എന്തെങ്കിലുമൊക്കെ വന്നോണ്ടിരിക്കുമല്ലോ. അപ്പൊ നിലവിൽ എത്ര ഉണ്ട് ഏകദേശം എന്ന് വിചാരിച്ചിട്ട് ആപ്പുകൾ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉടനെ തന്നെ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് ഒരിടയ്ക്ക് എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന് അറിയപ്പെടാനായിരുന്നു ഭയങ്കര ആഗ്രഹം. പിന്നെ ലൈഫിൽ കുറച്ചും കൂടെ റിയാലിറ്റിയിലേക്ക് വന്ന് മെച്ചൂർഡ് ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബിസിനസ് വുമൺ എന്ന് അറിയപ്പെടാനാണ് ആഗ്രഹം. അപ്പൊ ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഇപ്പോൾ എൻ്റെ വീട് പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഫിനാൻഷ്യൽ ഒന്ന് ഫ്രീ ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ വെരി സോൺ ഒരു എൻ്റെതായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഏകദേശം എത്ര ഉണ്ടാവും വരുമാനം? 1 ലക്ഷം, 5 ലക്ഷം?
നമ്മള് സാലറി പുറത്ത് പറയാൻ പാടില്ല എന്നല്ലേ? അല്ലല്ലോ ഇതിന്റെ ഇടയിൽ കുഴപ്പമില്ല, ജീവിച്ചു പോകുന്നു, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോകുന്നു. തട്ടിമുട്ടിയോ? മിനി കൂപ്പറിലാണ്. എന്റെ സാലറി എത്രയാന്ന് ഗസ് ചെയ്യും. 3 ലക്ഷം. അല്ല, ഞാൻ വ്യൂവേഴ്സിനോട് പറഞ്ഞതാ. വ്യൂവേഴ്സിനോടാണോ? ഇന്ത്യൻ മണി ഒരു 5. ഞാൻ പറഞ്ഞു തട്ടിമുട്ടിയും, ഒരു മാസം തട്ടിമുട്ടിയൊക്കെ പോകുന്നു ഞാൻ, കുഴപ്പമില്ലാണ്ട്. ദൈവം അതിനുള്ളൊരു അനുഗ്രഹം തന്നു. മീൻസ് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു. താങ്ക് യു. ഓക്കെ. ഇപ്പൊ ഭയങ്കര നെയിൽസ് ഒക്കെ പല വീഡിയോസിൽ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് എക്സ്റ്റൻഷൻ ചെയ്തതാ. പല പല കളർ, ഓരോ പ്രാന്തെടുക്ക. ഓക്കെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഇപ്പം കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോണ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ അഡ്മയർ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിഷ്ടമാണ് അങ്ങനെ എന്തൊക്കെയുണ്ട് അല്ലേ, തളർന്നു പോവാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രുതി തമൻ. എപ്പോഴും അങ്ങനെ കീപ്പ് ചെയ്യണം, കീപ്പ് ഇറ്റ് അപ്പ്. നമ്മൾ തളർന്നു പോകുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചില ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചില ട്രോളൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത പോലത്തെ ട്രോളുകളൊക്കെ ഇറങ്ങുമ്പോൾ അയ്യോ എന്താ ആളുകൾ ഇത്ര പറഞ്ഞിട്ടും എന്താണ് ഇതിന് മാത്രം എന്ത് ചെയ്തിട്ടാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എൻ്റെ ഉള്ളിൽ വരിക. എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ? ചിലർ ചോദിക്കുക എന്താ നിനക്ക് ഇത്ര ഞാൻ പറയും എനിക്കറിയില്ല, ഞാൻ അതിന് മാത്രം ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം എന്നെ തെറി പറയുന്നവർക്ക് പോയിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല, അവർക്ക് ചിലപ്പോൾ ഞാൻ ലൈക്ക് കൊടുത്തിടും, അല്ലെങ്കിൽ എന്നെ റിയാക്ട് ചെയ്യുന്നവരോട് പോയിട്ട് തർക്കിക്കുന്നില്ല, അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ വീഡിയോസ് ചെയ്യുന്നില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ അഭിനയം പാട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് തന്നെ ഞാൻ ചോദിക്കുക എന്താ ഇത്ര നെഗറ്റീവ് പറയാൻ എനിക്ക് അറിയില്ല. ഇതൊക്കെ നമ്മുടെ ഒരു ഫ്യൂച്ചർ, ഒരു ലേഡി ആണല്ലോ, ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാരേജിൽ ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അതൊന്നും ഈ ട്രോളിന്ന് അവരൊന്നും ചിന്തിക്കുന്നില്ല. ഓരോ പെൺകുട്ടിയുടെ ലൈഫ് എങ്ങനെയാണ് ഇതിനൊക്കെ ബാധിക്കുക എന്നുള്ളത്. ഇപ്പം അമ്മ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിൽ നിന്നിട്ട് എൻ്റെ ഇൻസ്റ്റ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ഓരോ കമൻറ്റും ചേച്ചി അരഞ്ഞാണത്തിൻ്റെ വീഡിയോ ഇടോ, ഇതൊക്കെ അമ്മ ഇങ്ങനെ ഇരുന്ന് വായിക്കുക, ഓരോ കമൻറ്റ്സ് അമ്മ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. അപ്പോൾ ഞാൻ അടുത്ത് വിട്ട് അമ്മ എന്താ വായിക്കുന്നത്? നിന്റെ റീൽസ്. ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ കമൻ്റൊക്കെ ഇരുന്ന് വായിക്കോ? ഞാൻ പോലും എൻ്റെ കമൻസ് എല്ലാം വായിക്കുമല്ലോ, പക്ഷെ അമ്മ ഇരുന്ന്. അപ്പം എനിക്ക് ഉള്ളിൽ ടെൻഷൻ കൂടെ, അയ്യോ ഈ വരുന്ന കമൻസ് ഒക്കെ അമ്മ ഇരുന്ന് ഇങ്ങനെ വായിക്കുവാണല്ലോ. എൻ്റെ വിചാരം വീട്ടുകാർ വീഡിയോ കണ്ടിട്ട് വിടുന്നു, കമൻസ് ഇങ്ങനെ ഇത്ര തവണ നോക്കില്ല. പക്ഷെ അതെനിക്ക് ഭയങ്കര ഹേർട്ടായി. കാരണം ഞാൻ ചിരിച്ചിട്ട് അതപ്പോൾ വിട്ടു, പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഈ നാട്ടുകാർ ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ വീട്ടുകാരും ബന്ധുക്കളൊക്കെ ഇതുപോലെ ഇരുന്ന് കാണുമല്ലോ. അപ്പം അമ്മ ചോദിക്കുക എന്താ ഇങ്ങനെയൊക്കെ കമൻസ്? ഞാൻ പറഞ്ഞ് കമൻറ്റ് ഇടുന്നത് എൻ്റെ പ്രശ്നമല്ല, ഞാനൊരു പ്രശ്നം ചെയ്തിട്ടല്ല കമൻറ്റ് ഇടുന്നത്. വൃത്തികെട്ടൊരു കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ അത് ഇടുന്ന ആളുടെ ഒരു മനോരോഗമായിട്ട് എടുത്താൽ മതി. അവർ എൻ്റെ മാത്രമല്ല, അവരിതുപോലെ വ്യാപിച്ചെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒത്തിരി പേരുടെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി മാത്രം കുറേ ആൾക്കാരുണ്ട്. അത് അവരുടെ മാനസിക നില തെറ്റിയിട്ടാണ്, അല്ലാതെ നമ്മളത് ചെയ്തിട്ടില്ല, നമ്മുടെ മിസ്റ്റേക്ക് അല്ല. അത് അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടും. ഞാനൊരു 3-4 ഇങ്ങനെ ടാഗ്സ് പറയാം, ഒരു സാധനം പറയാം. അപ്പം അത് കേൾക്കുമ്പോൾ ആരെയാണ് ഓർമ്മ വരുന്നത്, എന്താണ് ഓർമ്മ വരുന്നത് എന്നുള്ളൊരു സാധനം ഷെയർ ചെയ്താൽ മതി. ഇത്തവണ എല്ലാം പുതിയതാണല്ലോ. ഓക്കെ. ലൈഫിൽ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ? അമ്മ. റീസൺ? അമ്മ ഉള്ള സമയം വരെ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളായിരിക്കും. സത്യം. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് അമ്മ എന്ന് പറഞ്ഞ് വിളിച്ച് കയറി ചെല്ലാൻ അമ്മ അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കാണാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ വിളിക്കുന്ന അമ്മയാണ്. അപ്പോൾ അമ്മ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെറുപ്പമായിരിക്കും തോന്നുന്നു, എപ്പോഴും കൂടി ഉണ്ടാവണം എന്ന് ആഗ്രഹം. ശരിയാ. എൻ്റെ ഉമ്മയ്ക്ക് എനിക്ക് വാരി തരും ഈ പ്രായത്തിലും. അപ്പം ആൾക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ ഇത്ര വലിയ കുട്ടിക്ക് എന്തിനാ ഈ വാരി കൊടുക്കുന്നത്? പക്ഷെ ആ ഒരു ഫീല് ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഞാൻ വളരെയധികം യോജിക്കണം. ലൈഫിൽ ഏറ്റവും ഒരു പെയിൻഫുൾ മൊമെന്റ് ആളുകളെ നമ്മൾ മനസ്സിലാക്കാത്തപ്പോൾ, അതായത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായ രീതിയിൽ എടുത്തിട്ട് നമ്മളെ വിമർശിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കില്ല. സൈബർ ബുള്ളിങ് കണ്ട് ഫാമിലി, അതായത് വീട്ടുകാർ സൈബർ ബുള്ളിങ് ഒക്കെ കണ്ടിട്ട് ഇൻസ്റ്റ നിർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം അവർക്കറിയാം ഇന്നത്തെ എൻ്റെ നിലനിൽപ്പ് സോഷ്യൽ മീഡിയ ആണെന്ന്. അന്നൊക്കെ എവിടെയെങ്കിലും ഞാൻ ടിക്ടോക്ക് ഏതെങ്കിലും മൂലം എന്നൊക്കെ ചെയ്യുമ്പോൾ ഇത് തന്നെ എപ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ഫുൾ സൗകര്യമൊക്കെ ഉണ്ടാക്കി തരും. അപ്പൊ അത് സത്യം. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ലൈവ് ആണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നമുക്ക് വൈഫൈ ഒക്കെ വേണം കിട്ടണമെങ്കിൽ. അങ്ങനെ വീട്ടിൽ വൈഫൈ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈവൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അളിയൻ തന്നെ, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഏട്ടൻ വന്നിട്ട് വേഗം കറങ്ങുന്ന ചെയറൊക്കെ ഇട്ടിരുന്നു, അതൊക്കെ പ്ലഗ് ചെയ്തിരുന്നു, ലൈറ്റൊക്കെ സെറ്റ് ആക്കി തരുന്നു. ഇപ്പോൾ ഓക്കെ അല്ലേ എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഞാൻ സന്തോഷിച്ചു. കാരണം മുമ്പ് എന്നെ കളിയാക്കിയിരുന്ന ആൾക്കാർ ഇപ്പോൾ അതിന് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇൻകത്തിന്റെ പവറാണ്, അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അത് ശരിക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വരുമ്പോൾ ചില സമയത്തൊക്കെ ഉള്ളിൽ ചിരി വരും. സത്യം, ഉള്ളിൽ എനിക്ക് ചിരി വരാറുണ്ട്, ഇത്രയും മാറിപ്പോയോന്നൊക്കെ. പണ്ട് എന്തായിരുന്നു എന്നൊക്കെ. ശരി, ഇൻ കേസ് നിർത്താൻ പറയുവാണെങ്കിൽ
പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം സൈബർ ബുള്ളിങ് കാരണം സോഷ്യൽ മീഡിയ നിർത്താൻ പറഞ്ഞാൽ? ഉറപ്പായിട്ടും ഞാൻ അവരെ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അതായത് അങ്ങനെ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പേ നിർത്തണമായിരുന്നു. ഇനിയിപ്പോ കേട്ട് കേട്ട് ഇത്രയും പദം വന്നു, ഇനി ഞാൻ അതിന് നിർത്തുന്നു. അത് തന്നെ, അത്രയേ ഉള്ളൂ. ഓക്കെ. ലൈഫിൽ നിന്ന് എടുത്ത് കളയണമെന്ന് ആഗ്രഹമുള്ള ഒരു ദുശീലം? എൻ്റെ ഫ്രണ്ട്സിനെ ജീവനായിട്ട് കാണുന്ന ഒരു സംഭവം. ഞാൻ എപ്പോഴും തളർന്നിട്ടുള്ളത് അതിലാണ്. അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഞാൻ ഓവറായിട്ട് വിശ്വസിച്ച് ഓവറായിട്ട് അടുപ്പിക്കുമ്പോൾ എനിക്ക് എപ്പോഴും അതിൽ നിന്നൊരു പെയിനാണ് കിട്ടുന്നത്. സോ പെട്ടെന്ന് ഒരാളെ കയറി അടുപ്പത്തിലാക്കരുത് എന്ന്, ഞാൻ അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ. അത് എടുത്ത് മാറ്റണം, കാരണം എല്ലാവരോടും ഒരു ഗ്യാപ്പിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആവണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അതുപോലെ ആയി തുടങ്ങി. ഓക്കെ. പറ്റിക്കപ്പെട്ട ഏതെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? പറ്റിക്കപ്പെട്ടതല്ലേ മീൻസ് എങ്ങനെ? അതായത് വിശ്വസിച്ച ഒരാൾ ചതിക്കുക. ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാം, റീസെന്റ് ഫിനാൻഷ്യലി അല്ല മെന്റലി തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം റീസെന്റ് ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, എൻ്റെ കുറച്ച് സൗഹൃദ വലയങ്ങളിൽ നിന്ന് ഞാൻ മാറി നിന്നോന്ന്. അതായത് ഒരാൾ പർപ്പസ്ഫുള്ളി ഒരു കാര്യം ചെയ്തിട്ട് പിന്നീട് ആ ഒരാളായിട്ട് കോംപ്രമൈസ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് അവിടെ വലിച്ചിട്ടു. അതായത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തിയായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് അവിടെ വലിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. അതാണ് ഞാൻ റീസെന്റ് കുറച്ച് ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊക്കെ മാറി നിന്നത്. അപ്പൊ അത് എന്നെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തൊരു സംഭവമാണ്. ഞാൻ അറിയാത്തൊരു സംഭവമായിരുന്നു. എൻ്റെ പേര് വെറുതെ അത് വലിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഞാൻ മാറി നിന്നു. ശ്രുതി, നമ്മുടെ ധൈര്യം എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അമ്മ. അമ്മയുടെ സപ്പോർട്ടാണ്. ഞാൻ അമ്മയെ കണ്ടു വളർന്ന ആളാണ്. അമ്മ എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും എന്നെയും ചേച്ചിനെയും വളർത്തിയതൊക്കെ. അതായത് ഒത്തിരി വലിയ റിച്ച് ഫാമിലി ഒന്നും അല്ല, പക്ഷെ ഒന്നും കുറവില്ലാണ്ട് എവിടം വരെ പഠിക്കുന്നു അത്രയും പഠിപ്പിനൊന്നും ഒരു വിലക്കും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എയർ ഹോസ്റ്റസ് പഠിച്ചത്. അപ്പോൾ എയർ ഹോസ്റ്റസ് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അന്ന് ഇല്ലാഞ്ഞിട്ട് പോലും +2 കഴിഞ്ഞിട്ട് അത് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ജോലി എന്ന് പറഞ്ഞിട്ട് എന്നെ പുഷ് ചെയ്തിട്ടില്ല. എനിക്ക് ഡിഗ്രി എടുക്കണം. അപ്പോൾ സാധാരണ എന്താ, നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ. പക്ഷെ അന്നേരത്തെ എനിക്ക് ഡിഗ്രി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ 3 വർഷമാണെങ്കിൽ പോലും എടുത്തോ. ഡിഗ്രി കഴിഞ്ഞപ്പോൾ MA പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ MA എടുത്തു. ഡാൻസ് പ്രോഗ്രാം ചെയ്യണമെന്നപ്പോൾ ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ വിട്ടു. എന്തിനും ഫ്രീഡം തന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരി ചെയ്തു വന്ന കുറേ കാര്യങ്ങളുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ് എൻ്റെ അമ്മ. അപ്പോൾ അത് എപ്പോഴും ആ ഒരു ഫയർ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. സോ എനിക്ക് ആ ഒരു ധൈര്യമാണ്. അത് ഭയങ്കര ധൈര്യമാണ്. അതായത് എപ്പോഴും എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ എപ്പോഴും അമ്മേനെ ഓർക്കും. കാരണം അമ്മ അത്രയും, നമുക്കിപ്പോൾ ഇത്രയെങ്കിലും ഒരു ഫിനാൻഷ്യൽ നമ്മൾ ഇത്രയും കൂടെ ഒരു നിലനിൽപ്പുണ്ട്. പക്ഷെ അതില്ലാത്ത ടൈമിൽ അമ്മ ഓവർകം ചെയ്ത് വന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഞാൻ അത് ഓർക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റാത്തതായിട്ട് ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കും. അമ്മ ഭയങ്കര ധൈര്യം എനിക്ക്. ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പല ആൾക്കാർക്കും, പല കുട്ടികളും ഇപ്പോൾ സിനിമകളിലേക്ക് പോകുന്നു. പക്ഷെ ശ്രുതി തമ്പി ഇത്ര നാളുകളായിട്ടും റീൽസ് വീഡിയോസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. സിനിമകളിൽ നിന്ന് ഓഫർ വരാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഈ പ്രതിസന്ധി, കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് മുഖേന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണോ? എന്തുകൊണ്ട് ഇതുവരെ സിനിമയിൽ എത്തിയില്ല? നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഓഫറുകൾ തേടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിന് മാത്രം ഉള്ളൊരു, അല്ലെങ്കിൽ പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണം, ഫിലിം കണക്റ്റഡ് ആയിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു റൂട്ടിൽ നമുക്ക് ഇങ്ങനെ കണക്ഷൻസ് വന്ന് ഓഫറുകൾ വരും. പക്ഷെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഓഫർ വരില്ല. ഞാൻ ഈ പറഞ്ഞ ഒന്നിനും തയ്യാറാവാത്ത ആളാണ്. ഓഡീഷൻ ഞാനായിട്ട് ട്രൈ ചെയ്യാറില്ല. അതാണ് എനിക്ക് ഒന്നാമത്തെ ചിലപ്പോൾ അവസരങ്ങൾ വരാത്തത്. ഞാൻ ആരോടും അങ്ങനെ ചാൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ഞാനായിട്ട് ട്രൈ ചെയ്യുകയൊന്നും ചെയ്യില്ല. പിന്നെ ഞാൻ ഫിലിം ഫീൽഡിൽ ഉണ്ടായിരുന്നു. ഞാൻ ഡാൻസ് ആണെങ്കിലും അസിസ്റ്റൻറ്റ് കൊറിയോഗ്രാഫി ആണെങ്കിലും ചെറിയതായിട്ട് ആക്ടിങ് ആണെങ്കിലും കുറേ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നടക്കുന്ന ഹേമ കമ്മിറ്റി പ്രശ്നങ്ങളൊക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഈ പീഡനം എന്നുള്ള സംഭവം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമാണെന്ന് ഞാൻ പറയില്ല, എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഒരു സ്കൂളിലായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ചിലപ്പോൾ ഒരു ജോബ് കിട്ടണമെങ്കിൽ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട, കോംപ്രമൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് എല്ലാ മേഖലയിലും ഉണ്ടാകും. ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാ ക്യാമറ കണ്ണുകളും ഉള്ളത് കൊണ്ടും അവർക്ക് കുറച്ചും കൂടെ തുറന്നു പറയാൻ ഓപ്പൺ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടും ഇത് പുറത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ ലേഡീസ് പിന്നീട് വന്നിട്ട് പറയുന്നില്ല പീഡിപ്പിച്ചു എന്നൊക്കെ, ഞാനത് അവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. കാരണം എപ്പോഴോ അത് ഉണ്ടായിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്ന് തുറന്ന് പറയുന്നതിൽ കാര്യമില്ല. സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു അടി കിട്ടില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആരും നമ്മളെ വന്നിട്ട് ബലാത്കാരമായിട്ട് പീഡിപ്പിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് കോൾസ് ഒക്കെ വരും, ഓഫർ ഉണ്ട്, ഇങ്ങനെയുണ്ട്. ആ ടൈമിൽ എനിക്ക് കോൾ വന്നിട്ടുണ്ട്, ഓഫർ വരും, സഹകരിക്കാൻ റെഡി, എല്ലാ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ റോളൊക്കെ പറഞ്ഞിട്ട് അവസാനത്തെ അവരുടെ ചോദ്യം ഇതാണ്, അഡ്ജസ്റ്റ്മെന്റ് റെഡി ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറേ കോൾസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലായില്ല, അല്ല ഫിലിം ഇൻഡസ്ട്രി അറിയാലോ, ഫിലിം എങ്ങനെയാണെന്ന് അറിയാലോ. ഞാൻ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ കുറേ അവരിട്ട് വട്ടം കറക്കിയിട്ട് എനിക്ക് കാരണം എനിക്ക് തിരിച്ച് പ്രതികരിക്കണം. അപ്പോൾ അവരിട്ട് വട്ടം കറക്കി അവർ ആ പോയിന്റിലേക്ക് എത്തിച്ചിട്ട് എനിക്ക് ഞാൻ 4 ഡയലോഗ് പറഞ്ഞിട്ട് വെക്കും. ഇതായിരുന്നു എൻ്റെ രീതി. അപ്പോൾ ഞാൻ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ചിന്താഗതി. പക്ഷേ ഇപ്പം ചില ആൾക്കാർ ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇപ്പം രണ്ട് വ്യക്തികൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫിസിക്കലിയോ മെന്റലിയോ 2 വ്യക്തികൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് ആകാം, അതെല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ടാവും. പക്ഷെ പിന്നീട് അതിന് ഒരു മുതലെടുപ്പായിട്ട് കുറെ കഴിഞ്ഞിട്ട് വന്നിട്ട് തുറന്നു പറയുന്നതിൽ കാര്യമില്ല. ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ 2 പേര് ഇഷ്ടപ്പെട്ട് ഏർപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വ്യക്തിനെ തരം താഴ്ത്താൻ വേണ്ടി മനഃപൂർവ്വം വന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തോ എനിക്ക് അതിനോടൊരു യോജിപ്പില്ല. ചിലപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അങ്ങനെ കയറി പിടിക്കുക എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അറിയില്ല. എന്തായാലും വീണ്ടും ശ്രുതി തമ്പി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭയങ്കര സീരിയസ് ഇന്റർവ്യൂ ആയി പോയോ? ഇല്ല, ഈ ഒരു ലാസ്റ്റ് മാത്രമേ കുറച്ച് സീരിയസ് ആയുള്ളൂ. പക്ഷെ മറ്റേനേക്കാളും വ്യത്യാസമല്ലേ, ഞങ്ങൾ വെറൈറ്റി ഗെയിമൊക്കെ കൊണ്ടുവന്നു, കേസ് നടന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും തിരിച്ച് ദുബായിക്ക് പോവാണ്. അപ്പൊ ഇനി അടുത്ത വരവില് വീണ്ടും അടുത്ത വരവിൽ ഇനി എന്റെ പുതിയ വീടിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ഞാൻ ഹോം ടൂർ വെറൈറ്റി മീഡിയന്റെ മുമ്പിൽ വരാൻ പോകുന്നത്. ശരി, ഹോം ടൂർ, അതെ, നമുക്ക് ഹോം ടൂർ ചെയ്യാം. ഓക്കെ. നമ്മൾ എപ്പോഴും ശ്രുതി തമ്പി ഇങ്ങോട്ടാണ് വരുന്നത്, വീട്ടിലേക്ക് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുവരെ എങ്ങനെയാണോ സ്ട്രോങ് ആയിട്ട് പോയത് അതേപോലെ തന്നെ മുന്നോട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ചില ഗേൾസിനൊക്കെ ഇൻസ്പിറേഷൻ തന്നെയാണ്. എനിക്ക് ഒത്തിരി മെസ്സേജുകൾ ഇൻബോക്സിൽ വരുന്നത് ലേഡീസിന്റെ ആട്ടോ. അവർ പറയും ചേച്ചിനെ പോലെ നിൽക്കണം എന്നത്, ചേച്ചിയെ പോലെ മൈൻഡ് സെറ്റ് ആവണം, ചേച്ചിയെ പോലെ സ്ട്രോങ് ആവണം, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ ലേഡീസ് മെസ്സേജ് അയക്കും. അത് മതി എനിക്ക് സന്തോഷിക്കാൻ. ബാക്കി കുറേ ട്രോൾ വന്നാലും എനിക്ക് ഇങ്ങനത്തെ ഒരു 10 മെസ്സേജ് വന്നാൽ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. സത്യം. കാരണം ഇപ്പം റീസെന്റ് അല്ല കുറച്ച് മുന്നേ തന്നെ ഈ കമന്റ്സ് ഇട്ടിട്ട് ഒരു കുട്ടി സൂയിസൈഡ് ഒക്കെ ചെയ്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും പല ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഇപ്പം സീക്രട്ട്ലി അഡ്മയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെ മുന്നോട്ട് പോവാം. അല്ല, ചെറുത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ പോലും ഇത്രയും വർഷമായിട്ടും തളർന്നു പോകുന്ന ടൈം ഉണ്ടാവാറുണ്ട്. അപ്പം ഇതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവാം, പ്രതിസന്ധികളിൽ തളരാതെ അല്ലെ, ഒരു ഉരുക്ക് വരുന്നതേ പോലെ ശ്രുതി തമ്പി മുന്നോട്ട് പോവാം. അപ്പം എല്ലാവിധ ആശംസകളും. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇനി വരാം. ഓക്കെ, ഇനി കാണാം. ബൈ.